9ാം ക്ലാസ്സിലെ ബയോളജി ടെസ്റ്റിലെ ഒരു ഭാഗമാണിത്. വൃക്കകളും അനുബന്ധ ഭാഗങ്ങളുമാണ്. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിൻ്റെ ആകൃതിയിലാണ് ഈ വൃക്കകൾ കാണപ്പെടുന്നത്. ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. ഈ അരിപ്പകളെ പറയുന്ന പേരാണ് നെഫ്രോണുകൾ. നെഫ്രോണുകൾ വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ്. ഓരോ വൃക്കയിലും ഏകദേശം 12 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. അപ്പോൾ വൃക്കകളിൽ 12 ലക്ഷം നെഫ്രോണുകളാണ് കാണപ്പെടുന്നത്. ഈ നെഫ്രോണുകളിൽ ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തിന് പറയുന്ന പേരാണ് കോർട്ടക്സ്. നെഫ്രോണിൻ്റെ അകത്ത് കടുനിറത്തിലുള്ള ആന്തരഭാഗത്തിന് പറയുന്ന പേരാണ് മെഡുല്ല. യൂറിൻ ഫോർമേഷനിലെ ആദ്യത്തെ സ്റ്റേജാണ് സൂക്ഷ്മ അരിക്കൽ. രക്തം ഗ്ലോമുറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ദ്രാവകമാണ് ഗ്ലോമുറുലാർ ഫിൽട്രേറ്റ്. അഫറൻ്റ് വെസലിൻ്റെയും ഇഫറൻ്റ് വെസലിൻ്റെയും വ്യാസവ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. സൂക്ഷ്മ അരിക്കലിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജാണ് പുനരാകിരണം. ഗ്ലോമുറുലാർ ഫിൽട്രേറ്റ് വൃക്ക നാളികയിലൂടെ ശേഖരനാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യവസ്തുക്കൾ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടും. ഗ്ലോമുറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങളാണ് ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. മൂന്നാമത്തെ സ്റ്റേജാണ് സ്രവണം. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കനാളിയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അതിനുശേഷം അവസാനമായി മൂത്രം പുറത്തേക്ക് വരുന്നു. ശേഖരണനാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണിത്. മൂത്രത്തിലെ ഘടകങ്ങളാണ് ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. ഹീമോഡയാലിസിസ്. ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായാൽ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. തന്മൂലം വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ഈ ഒരു സന്ദർഭത്തിലാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹീമോഡയാലിസിസ് നടത്തുന്നത്. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യമായിട്ട് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ എന്ന രാസവസ്തു ചേർക്കുന്നു. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ദ്രവത്തെ യഥാസമയം നീക്കം ചെയ്യുന്നു. അവസാനമായി ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ ആൻറ്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു.